ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആട്ടോ യൂണിയനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജോയിൻറ്റ് RTU ഇവിടെയൊക്കെ ഒരു പുതിയ നിലപാട് വരുന്നു എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ CIT യൂണിയൻ നെടുമങ്ങാട് ജോയിൻറ്റ് RTOയ്ക്കെതിരെ ഒരു ധർണയും മാർച്ചൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഞാനും പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് നമ്മൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആട്ടോ യൂണിയൻ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളിലേക്ക് എത്തിക്കണം ഇവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാം മൊത്തത്തിൽ പിടികളിയാ മറ്റേ ഇത് വീഡിയോ സത്യം തന്നെ അതിനൊന്നും കുഴപ്പമില്ല, സമരം ചെയ്യാൻ തരും. തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളി ജനദ്രോഹ നയങ്ങളെല്ലാം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2019 നടപ്പാക്കിയ നിയമം കൂടുതൽ കർക്കശമായി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് BJPയുടെയും RSSൻ്റെയും സാമൂഹ്യ മീഡിയയിലുള്ള പ്രചാരകർ അവർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമം മൂലമാണ് ഈ തൊഴിലാളികൾക്ക് നേരെ എതിരായിട്ടുള്ള ഈ നിയമങ്ങൾ അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ് നടത്തുന്നത്. 2019 മോട്ടോർ വാഹന നിയമം അനുസരിച്ച് രാജ്യത്തെ റോഡ് ഗതാഗതമെല്ലാം കോർപ്പറേറ്റുകൾക്ക് പെർമിറ്റ് ലേലം ചെയ്ത് കൊടുക്കുകയും അവർ നിലവിൽ തന്നെ നിരവധി കിലോമീറ്റർ റോഡുകൾ കോർപ്പറേറ്റുകൾക്ക് ലേലം ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമായി ആ മേഖലയിലെല്ലാം ടോളിന് പുറമേയുള്ള നിശ്ചിതമായ ഫീസുകൾ അടച്ച് മാത്രമേ ആ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയൂ. ഇതിൽ തന്നെ മോട്ടോർ മേഖലയിൽ ഏകദേശം നമ്മുടെ രാജ്യത്ത് 60% രാജ്യത്തെ ജനങ്ങൾ തൊഴിലാളികൾ ആട്ടോ മേഖലയിൽ ഓട്ടോറിക്ഷ ഓട്ടി ജീവിക്കുന്നവർ. അതിൽ 70% കേരളത്തിലെ ആകെ മോട്ടോർ വാഹനങ്ങളിൽ 70% ഓട്ടോറിക്ഷകളാണ് ഓടുന്നത്. ഇവിടെ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ 3 കോടിയോളം ജനങ്ങൾ, ഏകദേശം 2 കോടിയോളം വാഹനങ്ങളുണ്ടെങ്കിലും 70% ആൾക്കാർ 70% പേരും അവരുടെ പ്രാഥമിക യാത്രയ്ക്ക് വേണ്ടി ആദ്യം അതിനുവേണ്ടി ഇടപെടുന്നത് ഈ ഓട്ടോറിക്ഷകളാണ്, വിളിക്കുന്നത് ഓട്ടോറിക്ഷകൾ. അവിടെ 2018 ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ UDFൻ്റെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് പെട്രോളിന് ഡീസലിനുമൊക്കെ ഏകദേശം 80 രൂപയായിരിക്കുമ്പോൾ അന്നത്തെ ചാർജ് 20 രൂപ. 2019 ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് CIT നേതൃത്വം നടത്തിയ സമരത്തിൻ്റെ ഫലമായി പെട്രോളിന് ഏകദേശം 80 രൂപയോളം വില വർദ്ധിപ്പിച്ച ഡീസൽ വില വർധന വന്നപ്പോൾ അതിനെ നിരവധിയായ പ്രക്ഷോഭങ്ങളിൽ സമരങ്ങളിൽ കൂടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം ചാർജ് 30 രൂപയെ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഫലമായി അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ 6 വർഷക്കാലമായി ആ റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വഴിക്കുന്നത്. ഈ പുതിയ നിയമം നടപ്പിലാക്കേണ്ട ഫലമായി വീണ്ടും നമ്മൾ നിർവഹിക്കുന്ന സമീപനമാണ് ഏറ്റവും അവസാനം നമുക്കറിയാം പെർമിറ്റിൻ്റെയും അതുപോലെ തന്നെ ടാക്സിൻ്റെയും ഇൻഷുറൻസിൻ്റെയും എല്ലാം ഭീമമായ വർധനവ് നമ്മളറിയാതെ തന്നെ പടിപ്പടിയെ വർദ്ധിപ്പിക്കുന്ന സമീപനം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ട് പോലും പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില 100 രൂപ എവിടെ കുറയ്ക്കാതിരിക്കുകയും അത് കുറയാൻ വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിന് ആ വിഹിതം ലഭിക്കത്തക്ക രീതിയിൽ, നികുതി ലഭിക്കത്തക്ക രീതിയിൽ പ്രത്യേകമായി ശ്രദ്ധ ഏർപ്പെടുത്തിക്കൊണ്ട് ആ പൈസ തൊഴിലാളികൾക്ക് കിട്ടേണ്ട, സംസ്ഥാനത്ത് കിട്ടേണ്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് മുൻകൈയെടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായി പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില നമ്മളറിയാതെ ദിവസേന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പെട്രോളിയം കമ്പനിക്കാർക്ക് അതിനുള്ള അധികാരം നിയമ ഭേദഗതി കൂടി നടപ്പാക്കി കൊടുക്കുകയും അതിൻ്റെ ഫലമായി ദിവസവും നമ്മളറിയാതെ തന്നെ 1 രൂപയും 9 പൈസയും വെച്ച് വർധനവ് നിരന്തരമായി വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് നമ്മളെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വരുമാനത്തിൽ നിന്ന് ഊഹിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരം പ്രക്ഷോഭ സമരങ്ങളെ ഏറ്റെടുത്തത് തന്നെ നമുക്കറിയാം. നമ്മൾ നോട്ടീസ് സൂചിപ്പിച്ചത് പോലെ നിലവിലുള്ള സ്ഥിതിഗതികൾ വെച്ച് ഈ മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റ്വൽക്കരിക്കുന്നതിന് നിലവിൽ ഓട്ടോറിക്ഷ ഓടുന്ന തൊഴിലാളികൾക്ക്, ഡ്രൈവർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് PCC വാങ്ങിക്കാൻ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മാത്രമേ ഇനി ലൈസൻസ് ഓടാൻ കഴിയുള്ളൂ എന്നുള്ള പുതിയ ഉത്തരവ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ PCC വാങ്ങിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയാൽ
ഈ തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഈ മേഖലയിൽ ആട്ടോറിക്ഷ ഓട്ടി ജീവിക്കാൻ പറ്റാത്തൊരു ഗുരുതരമായ സ്ഥിതിവിശേഷം. അതോടൊപ്പം തന്നെ മനസ്സില്ല എന്ന് പറയാൻ തോന്നും തയ്യാറാവും.